ബംഗാളിലെ മാൽഡയിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളം ബന്ദിയാക്കിയ നാടകീയ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. സംസ്ഥാനം വിടാൻ ശ്രമിക്കുന്നതിനിടയിൽ AIMIM നേതാവും മുൻ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള മൊഫക്കറുൽ ഇസ്ലാമിനെ വെള്ളിയാഴ്ച ബാഗ്ദ്രോഗ്ര വിമാനത്താവളത്തിൽ വെച്ചാണ് പശ്ചിമ ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. NIA അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇയാളുടെ നാട് വിടാനുള്ള ശ്രമം പൊളിഞ്ഞത്. വ്യാഴാഴ്ച രാത്രി 9 മണിക്കൂറോളമാണ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഉദ്യോഗസ്ഥരെ ജനക്കൂട്ടം തടഞ്ഞു വെച്ചത്. ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതും പ്രകോപനപരമായ പ്രസംഗത്തിലൂടെ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ടതും അഭിഭാഷകനായ മൊഫക്കറുൽ ഇസ്ലാമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 3 സ്ത്രീകളടക്കം 7 ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെയാണ് ഗ്രാമവാസികൾ ബന്ദിയാക്കിയത്. കൂട്ടത്തിലൊരു ഉദ്യോഗസ്ഥയുടെ 5 വയസ്സുള്ള കുഞ്ഞുമുണ്ടായിരുന്നു എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ആളുകളെ ഇളക്കിവിട്ടതിനാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നും നോർത്ത് ബംഗാൾ ADGK ജയരാമൻ വ്യക്തമാക്കി. ഇതൊരു ആസൂത്രിത നീക്കമാണോ എന്ന് തീർച്ചയായും അന്വേഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രസേനയുടെ CAPF സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ 35 പേരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടർ പട്ടികയിൽ നിന്ന് വൻതോതിൽ പേരുകൾ നീക്കം ചെയ്യുന്ന SIR നടപടിക്കെതിരെയായിരുന്നു മാൽഡയിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. കുറഞ്ഞത് 5 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ദേശീയ സംസ്ഥാന പാതകളും ഗ്രാമീണ റോഡുകളും ഉപരോധിച്ചുകൊണ്ട് ജനക്കൂട്ടം പ്രതിഷേധിച്ചിരുന്നു. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറ്റഹാർ മണ്ഡലത്തിൽ നിന്ന് ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമിൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ് ഇപ്പോൾ പിടിയിലായ മൊഫക്കറുൽ ഇസ്ലാം. സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. മുൻകൂട്ടി അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം നൽകുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടുവെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് നിരീക്ഷിച്ചു. നീതിന്യായ വ്യവസ്ഥയെ തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണിതെന്ന് വിലയിരുത്തിയ കോടതി ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, DGP എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും അയച്ചു. ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബത്തിനും സുരക്ഷയൊരുക്കാൻ കേന്ദ്രസേനയെ വിന്യസിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായിട്ടുള്ള NIA സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി കത്ത് നൽകിയതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രി വൈകിയാണ് NIA പ്രാഥമികമായിട്ടുള്ള അന്വേഷണം രജിസ്റ്റർ ചെയ്തത്, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രമസമാധാന പാലനത്തിൽ മമതാ ബാനർജി സർക്കാരിന് പൂർണ്ണ പരാജയമാണ് സംഭവിച്ചതെന്ന സുപ്രീം കോടതിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് NIA ഈ നിർണായക ഇടപെടലും വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പശ്ചിമ ബംഗാൾ സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള പോരിനും ഈ സംഭവം വഴിവെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്രമസമാധാനം പൂർണ്ണമായി തകർന്നെന്നും അടിയന്തരമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് BJP രംഗത്തെത്തി കഴിഞ്ഞു. ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള കടുത്ത വാക്പോരിലേക്ക് നീങ്ങിയിരിക്കുന്ന ഈ വിഷയം NIA അന്വേഷണത്തോടെ വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ കൂടുതൽ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് തന്നെ ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.